Hi dear students, Complex Numbers and Quadratic Equations എന്ന ചാപ്റ്ററിൻ്റെ 5ാമത്തെ സെഷനിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് അഡീഷൻ ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സും അതിൻ്റെ പ്രോപ്പർട്ടീസുമായിരുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സബ്ട്രാക്ഷൻ ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സാണ്. നമുക്കറിയാം സബ്ട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി നെഗറ്റീവ് അഡീഷൻ തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് അഡീഷൻ ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ് ചെയ്യാൻ കഴിയുമെങ്കിൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് സബ്ട്രാക്ഷനും ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഞാൻ ഒന്ന് രണ്ട് എക്സാമ്പിളിലൂടെ കാര്യങ്ങൾ വിശദീകരിക്കാം. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. ഓക്കെ, Z1 എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് നമ്പർ നോക്കൂ. Z1 is equal to 3 plus 7i. 3 plus 7i ഒരു കോംപ്ലക്സ് നമ്പറാണ്. Z2 is സെക്കൻഡ് കോംപ്ലക്സ് നമ്പർ. 4 plus 10i ആണെന്ന് വിചാരിച്ചോളൂ. പ്ലസ് 4 plus 10i. I10 എന്നൊക്കെ നമുക്ക് എഴുതാൻ പറ്റും. 10i എന്നും I10 ഒക്കെ എഴുതാം, തിരിച്ചൊക്കെ എഴുതാം കേട്ടോ. Z1 മൈനസ് Z2 ആണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നതെങ്കിൽ എങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും? Z1 മൈനസ് Z2നെ 3 plus 7i മൈനസ് Z1 മൈനസ് Z2 ഇനി എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, ബ്രാക്കറ്റ് കൊടുക്കണം. 4 plus 10i. മാത്തമാറ്റിക്സിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റാണ്. നെഗറ്റീവിൻ്റെ ശേഷം ഏത് ടേംസ് ഒന്നിലധികം ടേംസ് വരികയാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ബ്രാക്കറ്റ് കൊടുക്കണം. ഇപ്പോഴാണ് ഇത് Z1 മൈനസ് Z2 എന്നായത്. Z1ന് ബ്രാക്കറ്റ് നിർബന്ധമില്ല, കൊടുത്താലും കുഴപ്പമില്ല. നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യും, നമുക്ക് വേണമെങ്കിൽ ബ്രാക്കറ്റ് ഒന്ന് ഒഴിവാക്കി നോക്കാം. 7 plus 3 plus 7i മൈനസ് 4 മൈനസ് 10i എന്നായിട്ട് മാറി അല്ലേ. ഇത് നമുക്ക് സാധാരണ അഡീഷൻ ചെയ്യുന്ന പോലെ ചെയ്യാം. ഏതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുക? 3യും -4ഉം ഒരുമിച്ച് എഴുതാം അല്ലേ. 3 minus 4. 3 minus 4ൻ്റെ ആൻസർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, -1. ഇനി എന്താ ചെയ്യുക? 7i minus 10i അല്ലേ. ഇതാ 7i minus 10i ആൻസർ എന്തായിരിക്കും? 7 minus 10 -3 അല്ലേ, -3i. ഇത്ര എഴുതി കൊടുത്തു കഴിഞ്ഞാൽ Z1 മൈനസ് Z2ൻ്റെ ആൻസറായി. ക്ലിയർ ആണല്ലോ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? നിങ്ങൾ എഴുതിക്കോളൂ. സബ്ട്രാക്ഷൻ ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ് എന്നുള്ള ഹെഡിങ് എഴുതുന്നു. അതിൻ്റെ ശേഷം എഴുതേണ്ടത് ഇവിടെ ഇതുപോലെ എഴുതണം. ഇവിടെ നിന്നാണ് എഴുതി തുടങ്ങുന്നത്. റൈറ്റ്, ലെറ്റ് Z1 is equal to നമ്മൾ a plus ib എന്നുള്ള ജനറൽ നമ്പർ എടുക്കാം. പ്ലസ് ib. Z2 is equal to c plus id. എഴുതിക്കോളൂ. ലെറ്റ് Z1 is equal to a plus ib and Z2 is equal to c plus id be two numbers. ഞാനിവിടെ ആദ്യം ഒരു ലൈൻ ഇവിടെ വരച്ചിടാം കേട്ടോ. നിങ്ങൾ ഇപ്പോൾ എഴുതണ്ട, പിന്നീട് എഴുതിയാൽ be two complex numbers. be two complex numbers. then നമ്മൾ ജനറലായിട്ട് എഴുതാണ്. ഓക്കെ, then Z1 മൈനസ് Z2 ഈക്വൽസ് നമുക്ക് ഒരുമിച്ച് എഴുതാം. എഴുതിക്കോളൂ. എങ്ങനെ എഴുതാം നമുക്ക്? a പ്ലസ് ഐ ബി മൈനസ് സി പ്ലസ് ഐ ഡി. ഇങ്ങനെ എഴുതാൻ പറ്റുമോ? ഇല്ല, ഇവിടെ ബ്രാക്കറ്റ് നിർബന്ധമായിട്ട് കൊടുക്കണം. ഫസ്റ്റ് നമ്പർ മൈനസ് സെക്കൻഡ് നമ്പർ. അപ്പോൾ ഇത് എഴുതുമ്പോൾ നമ്മൾ റിയൽ പാർട്ടുമാണ് ആദ്യം ചെയ്യേണ്ടത്. എയും മൈനസ് സിയും ആദ്യം എഴുതി അല്ലേ. എ മൈനസ് സി എന്ന് എഴുതി. റിയൽ പാർട്ട് ആയതുകൊണ്ട് അതിനൊരു ബ്രാക്കറ്റ് കൊടുക്കുകയാണ്. പ്ലസ് ഇനി എഴുതേണ്ടത് ഐ ബി മൈനസ് ഐ ഡി എന്ന്. കണ്ടോ, ഐ ബി മൈനസ് ഐ ഡി. അത് നമുക്ക് ഇങ്ങനെ എഴുതാം, ഐ ഇൻറ്റു ബി മൈനസ് ഡി. ഇത് ആക്ച്വലി എന്താ നോക്കൂ, ഐ ബി മൈനസ് ഐ ഡി അല്ലേ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ആൻസർ നോക്കൂ, Z1 മൈനസ് Z2 ഒരു കോംപ്ലക്സ് നമ്പർ തന്നെ ആയിരിക്കും. ഇത് റിയൽ പാർട്ടാണ്, എ മൈനസ് സി ആണ് അതിൻ്റെ റിയൽ പാർട്ട്, ബി മൈനസ് ഡി ആണ് അതിൻ്റെ ഇമാജിനറി പാർട്ട്. അപ്പോൾ ആദ്യം നിങ്ങൾ എഴുതേണ്ടത് ഇതാണ്. അതിന് ശേഷം ഇത് എഴുതി കഴിഞ്ഞതിന് ശേഷം എക്സാമ്പിൾ എന്ന് എഴുതിയിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ അവിടെ എഴുതി വെക്കുക കേട്ടോ. എക്സാമ്പിൾ Z1 is equal to 3 plus 7i, Z2 is equal to 4 plus 10i. എന്നിട്ട് അതിൻ്റെ ആൻസർ ജസ്റ്റ് ഒന്ന് അവിടെ എഴുതി വെക്കുക. ഇനി നമ്മൾ Z1 മൈനസ് Z2ൻ്റെ ആൻസറാണ് നിങ്ങൾ കാണുന്നത്. നിങ്ങളൊരാൾ Z2 മൈനസ് Z1 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വെറുതെ ഒന്ന് ചെയ്ത് നോക്കാം. Z2 മൈനസ് Z1 ചെയ്ത് നോക്കാം. നമുക്ക് എന്തായിരിക്കും? 4 plus 10i മൈനസ് 3 plus 7i. കണ്ട, മൈനസിൻ്റെ ശേഷം ഒന്നിലധികം ടേംസ് വന്നാൽ ബ്രാക്കറ്റ് കൊടുക്കണം. ഇവിടെ ആദ്യം ചെയ്യേണ്ടത് ഏതാണ്? 4 minus 3. ഞാൻ 4 minus 3 അടുത്തടുത്ത് എഴുതി. പ്ലസ് 10i വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, 10i മൈനസ് 7i. കണ്ടോ, മൈനസ് 7i ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താണ്. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ആൻസർ കിട്ടും. 4 minus 3 എന്ന് പറഞ്ഞാൽ 1 ആയിരിക്കും. 10i മൈനസ് 7i എന്ന് പറഞ്ഞാൽ 3i എന്നായിരിക്കും. കണ്ടോ,
ഈ രണ്ട് ആൻസറും സെയിം ആണോ നോക്കൂ. Z1 മൈനസ് Z2ൻ്റെ ആൻസർ ഇത് അവിടെ നിങ്ങൾ കാണുന്നുണ്ട്. Z2 മൈനസ് Z1ൻ്റെ ആൻസർ രണ്ടും സെയിം അല്ല. അതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. Z1 മൈനസ് Z2 ഈസ് നോട്ട് ഈക്വൽ ടു Z2 മൈനസ് Z1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഇല്ല, അസോസിയേറ്റീവ് പ്രോപ്പർട്ടി, അങ്ങനത്തെ പ്രോപ്പർട്ടീസ് ഒന്നും കാര്യമായിട്ട് സബ്ട്രാക്ഷനിൽ ഹോൾഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് നമ്മൾ പ്രോപ്പർട്ടീസ് എന്ന് പറയുകയില്ല. ഓക്കെ, സബ്ട്രാക്ഷനിൽ അഡീഷനിൽ കാണുന്ന പ്രോപ്പർട്ടീസ് ഒന്നും കാര്യമായിട്ട് ഹോൾഡ് ചെയ്യില്ല. പക്ഷേ ക്ലോഷർ ആണ്. രണ്ട് കോംപ്ലക്സ് നമ്പർ സബ്ട്രാക്ഷൻ നടത്തിയാൽ അനദർ കോംപ്ലക്സ് നമ്പർ തന്നെയായിരിക്കും ആൻസർ. ഓക്കെ, ഇതെല്ലാവരും എഴുതിയെടുത്തതിന് ശേഷം നമുക്ക് പ്രോബ്ലംസിലേക്ക് നീങ്ങാം. റൈറ്റ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 21 ആണ്. ഫൈൻഡ് Z1 മൈനസ് Z2 ഫോർ ദി ഫോളോയിങ് എന്നാണ് ചോദ്യം. ക്വസ്റ്റ്യൻസ് 1 by 1 ആയിട്ട് നമുക്ക് ചെയ്യാം. എഴുതിക്കോളൂ, ഒരുമിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ എ, Z1 is equal to 1 minus 7i, Z2 equals 3 plus 4i. ചോദ്യം എന്താണ്? Z1 മൈനസ് Z2 ആണ് ചോദ്യം. നമുക്ക് ആൻസർ എഴുതാം. Z1 മൈനസ് Z2 ഈക്വൽസ്, ഒരുമിച്ച് എഴുതാണ് ആദ്യം കേട്ടോ. 1 മൈനസ് 7i എന്ന് എഴുതി, Z1 എന്ന് എഴുതി, മൈനസ് Z2 എഴുതുമ്പം ബ്രാക്കറ്റ് കൊടുക്കണം. 3 പ്ലസ് 4i. ബ്രാക്കറ്റിന് വലിയ റോളുണ്ട് സബ്ട്രാക്ഷൻ ആകുമ്പോൾ. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഞാൻ ആദ്യം 1 മൈനസ് 3 അടുത്തെടുത്ത് എഴുതി, റിയൽ പാർട്ടും അടുത്തെടുത്ത് എഴുതി 1 മൈനസ് 3. ഇനി ഇമാജിനറി പാർട്ട് മൈനസ് 7i ഉണ്ട്, ഇവിടെ മൈനസ് 4i എന്നാണ് എഴുതേണ്ടത്. മനസ്സിലായല്ലോ? -3 -4i എന്നല്ലേ. അപ്പോൾ ഇതിൻ്റെ ആൻസർ റെഡി ആയിട്ടുണ്ട്. എന്താണ് ആൻസർ? 1 മൈനസ് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -2, -7 -4 എന്ന് പറഞ്ഞാൽ -11. നമുക്ക് അഗൈൻ ഒരു കോംപ്ലക്സ് നമ്പർ ആൻസർ കിട്ടി കണ്ടോ. റിയൽ പാർട്ട് -2, ഇമാജിനറി പാർട്ട് -11. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എല്ലാവർക്കും ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 2. ഓക്കെ, ബി എന്ന് എഴുതിയാൽ മതി. Z1 വളരെ ഈസിയാണ്, കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ അഡീഷനും സബ്ട്രാക്ഷനും ഒക്കെ കേട്ടോ. 8 മൈനസ് 10i, Z2 ഈക്വൽസ് -4 മൈനസ് 2i. ക്ലിയർ ആണല്ലോ. Z1 മൈനസ് Z2 ആണ് ഞാൻ എഴുതുന്നത്. Z1 മൈനസ് Z2 നിങ്ങൾക്ക് ഡയറക്റ്റ് എഴുതാനൊക്കെ കഴിയും, പക്ഷേ നമ്മളിങ്ങനെ എഴുതാം. ആദ്യം എല്ലാ ഫോർമാലിറ്റീസും കീപ്പ് ചെയ്തിട്ട് ചെയ്യാം കേട്ടോ. 8 മൈനസ് 10i മൈനസ് Z2 എഴുതുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത് -4 മൈനസ് 2i. മൈനസ് എഴുതി കഴിഞ്ഞാൽ ബ്രാക്കറ്റ് കൊടുക്കണം. ഇത് Z1ന് ബ്രാക്കറ്റ് നിർബന്ധമില്ല. നമ്മൾ റിയൽ അടുത്തടുത്ത് എഴുതുന്നു. 8 മൈനസ്, ഇവിടെ -4 അല്ലേ ഉള്ളത്, ഇപ്പോൾ +4 എന്നായി. ഇപ്പോൾ റിയൽ പാർട്ട് കഴിഞ്ഞു. ഇമാജിനറി പാർട്ട് നോക്കൂ, -10i ഇവിടെ ഓൾറെഡി ഉണ്ട്. ഇനി അടുത്തത് മൈനസ് തന്നെയാണ് അല്ലേ, +2i. അതോടുകൂടി നമ്മൾ ആൻസർ ഇത് അടുത്ത സ്റ്റെപ്പിലേക്ക് 8 + 4 എന്ന് പറഞ്ഞാൽ 12 ആണ്. -10 + 2, ഇപ്പോൾ -10i 2i. ഇപ്പോൾ -10ഉം 2ഉം കൂടെ ആഡ് ചെയ്താൽ -8 എന്നല്ലേ, -8i എന്ന് എഴുതി കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ റെഡിയായി. ക്ലിയർ ആണല്ലോ. ഒരു ക്വസ്റ്റ്യനും കൂടെ ചെയ്തോളൂ. ക്വസ്റ്റ്യൻ നമ്പർ സി. നമുക്ക് ഡയറക്റ്റ് എഴുതാൻ പറ്റുമോ എന്ന് നോക്കാം കേട്ടോ. Z1 is equal to half minus i. Okay, Z2 is equal to i minus half. നമുക്ക് നോക്കാം, ഒരു വെറൈറ്റി ചോദ്യമാണ്. എന്തായിരിക്കും Z1 മൈനസ് Z2? ചോദ്യം നമ്മൾ അഡ്വാൻസ് ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. Z1 മൈനസ് Z2 ഈസ് ഈക്വൽ ടു, പറയൂ നിങ്ങൾ ആൻസർ, ഹാഫ് മൈനസ് i മൈനസ് Z2 എങ്ങനെ എഴുതണം? i മൈനസ് ഹാഫ് എന്ന് എഴുതണം. കറക്റ്റ് ആണല്ലോ, ബ്രാക്കറ്റിനകത്ത് എഴുതണം. ദാറ്റ് ഈസ് ഈക്വൽ ടു, ആദ്യം ഏതാ എഴുതേണ്ടത്? ഹാഫ്. ഈ ഹാഫിൻ്റെ കൂടെ ഏതാ എഴുതേണ്ടത്? ഇവിടുത്തെ മൈനസ് ഹാഫ് കണ്ടില്ലേ, അത് അടുത്തടുത്ത് എഴുതി. അടുത്തത് ഇമാജിനറി പാർട്ട് -i ഇവിടെ ഉണ്ട്, അടുത്തത് വീണ്ടും -i അല്ലേ. therefore the answer is what? ഹാഫ് പ്ലസ് ഹാഫ് എത്രയാണ്? 1 ആണ്. -i 1 മൈനസ് 2i എന്നായിരിക്കും ആൻസർ. അതോടുകൂടി ആൻസറും കഴിഞ്ഞു. എല്ലാ ക്വസ്റ്റ്യനും ക്ലിയർ ആണല്ലോ. ഇപ്പോൾ 3 ക്വസ്റ്റ്യൻസാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. എല്ലാവരും കൃത്യമായിട്ട് എഴുതിയെടുക്കുക കേട്ടോ. Z1 മൈനസ് Z2. Z1 ആദ്യം എഴുതുന്നു, മൈനസ് ഇടുന്നു, പിന്നെ ബ്രാക്കറ്റ് നിർബന്ധമായിട്ടും കൊടുക്കണം. ബ്രാക്കറ്റ് കൊടുത്തിട്ടില്ലെങ്കിൽ ഇവിടെ അത് പ്രശ്നമായിരിക്കും. ക്ലിയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 22 ആണ് കേട്ടോ. എഴുതിക്കോളൂ ചോദ്യം. ഇഫ് Z1 is equal to 3 minus 4i, Z1 is equal to 3 minus 4i, Z2 equals 10 minus 6i, then find, ചോദ്യം ഇതാണ്, find Z1 minus Z2 and Z2 minus Z1. രണ്ട് ചോദ്യങ്ങളാണുള്ളത്.
Z1 മൈനസ് Z2 ചെയ്യണം, Z2 മൈനസ് Z1 ചെയ്യണം. നമുക്ക് നോക്കാം. ആദ്യം ഞാൻ Z1 മൈനസ് Z2 ചെയ്യുന്നു. നിങ്ങൾ എഴുതിക്കോളൂ, നിങ്ങൾക്ക് സ്വന്തമായിട്ട് എഴുതാം കേട്ടോ, എഴുതിക്കോളൂ. Z1 മൈനസ് Z2 സിക്വൽ ടു, ആദ്യം ഞാൻ Z1 എഴുതാണ്, 3 മൈനസ് 4i മൈനസ്, ഇനി Z2ൻ്റെ വാല്യൂ അതേപോലെ റീപ്ലേസ് ചെയ്യാണ്, 10 പ്ലസ് 6i. ഇനിയിപ്പോൾ അഡീഷൻ ചെയ്യുന്നത് പോലെ നമുക്ക് ചെയ്യാൻ പറ്റും. ആദ്യം ഏതാ എഴുതേണ്ടത്? യെസ്, 3 മൈനസ് -10 അല്ലേ, ഇവിടെ -10 അല്ലേ ഫിറ്റ് ആവുക, അപ്പം -10 എഴുതി. ഇനി ഇമാജിനറി പാർട്ട് എഴുതുന്നു, -4i എഴുതുന്നു. ഇവിടെ മൈനസ് കണ്ട, -10 -6i, -6i ആണ് ഇനി എഴുതാൻ ബാക്കിയുള്ളത്, അത് എഴുതി. ഇനി ഡയറക്റ്റ് അഡീഷനാണ്, 3യും -10ഉം കൂടെ ചേർത്ത് നിങ്ങൾക്കറിയാം -7 എന്നാണ് കിട്ടുക. -4 -6 -10i എന്നായിരിക്കും. ഇതൊന്നും ചെയ്യാൻ പാടില്ല, ഇതിങ്ങനെ തന്നെ എഴുതണം. ഇതിന് റിയൽ പാർട്ട് -7 ആണ്, ഇമാജിനറി പാർട്ട് യെസ് -10 ആണ്. ഇതാണ് Z1 മൈനസ് Z2ൻ്റെ ആൻസർ. ഓക്കെ, നമുക്ക് Z2 മൈനസ് Z1 തൊട്ടടുത്ത് എഴുതി നോക്കാം. Z2 മൈനസ് Z1 ഇസ് ഈക്വൽ ടു, ആദ്യം Z2 എഴുതണം അല്ലേ, ഏതായിരുന്നു Z2? യെസ്, 10 പ്ലസ് 6i എന്നാണ്, മൈനസ് Z1 3 മൈനസ് 4i എന്നാണ്. ശരിയാണല്ലോ. ദാറ്റ് ഈസ് ഈക്വൽ ടു, നമ്മൾ ആദ്യം റിയൽ പാർട്ട് എഴുതുന്നു, ഇവിടെ -3 കണ്ടില്ലേ റിയൽ പാർട്ട്, അത് രണ്ടും ജോയിൻ്റായി, പ്ലസ് 6i എഴുതുന്നു. പിന്നെ അടുത്തത് നോക്കൂ, -4 ആണ് അല്ലേ, അത് പ്ലസ് 4i എന്ന് എഴുതണം, പ്ലസ് 4i. ദാറ്റ് ഈസ് ഈക്വൽ ടു 10 മൈനസ് 3 എത്രയായിരിക്കും? 7. ഇവിടെ പ്ലസ് 10i എന്ന് കിട്ടി. രണ്ട് ആൻസർ ഒന്ന് ഒബ്സർവ് ചെയ്ത് നോക്കൂ. ഒന്ന് -7 -10i ആണ്, 10i ആണ്, മറ്റേത് 7 + 2. രണ്ടും എൻറ്റയർലി ഡിഫറെൻറ്റ് കോംപ്ലക്സ് നമ്പറാണ്. രണ്ട് കോംപ്ലക്സ് നമ്പർ ഒരിക്കലും സമമല്ല. ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം, Z1 മൈനസ് Z2, Z2 മൈനസ് Z1 ഒരിക്കലും സമമല്ല. അതുകൊണ്ട് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഇവിടെ ഇല്ല എന്ന് മനസ്സിലാക്കാം. നമുക്കറിയാം ഇൻഡിജേഴ്സിൻ്റെ കേസിലും കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഒന്നും വർക്ക് ചെയ്യുന്നില്ലല്ലോ. 5 + 10 15 ആണെങ്കിൽ 10 + 5 15 കമ്മ്യൂട്ടേറ്റീവ് ആണ്. അതേസമയം 5 മൈനസ് 10 -5 ആണ്, 10 മൈനസ് 5 രണ്ടും സമമല്ല എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെയാണ് ഇവിടെയും കോംപ്ലക്സ് നമ്പറിൽ സബ്ട്രാക്ഷനിൽ അങ്ങനെയുള്ള പ്രോപ്പർട്ടീസ് ഒന്നും ഹോൾഡ് ചെയ്യുകയില്ല. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൂടെ. ക്വസ്റ്റ്യൻ നമ്പർ 23. Z1 is equal to 1 plus 2i, Z2 is equal to half plus 3i, Z3 is equal to half minus 3i. Find Z1 plus Z2 plus Z3. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, റിയൽ പാർട്ട് ഓഫ് Z2 plus Z3. ഒരു ക്വസ്റ്റ്യനും കൂടെ നമുക്കിവിടെ എഴുതി ചേർക്കാം. അത് ഇതാണ്, സി ഫൈൻഡ് ഇവിടെ ഓൾറെഡി ഉണ്ട്. ഇപ്പം മോഡുലസ് ഓഫ് Z2, അങ്ങനെ 3 ചോദ്യങ്ങളാണ് കേട്ടോ. മോഡുലസ് ഓഫ് Z2 ഓരോന്നും നമുക്ക് ആൻസർ ചെയ്യാം, 1 by 1 ആയിട്ട് ആൻസർ എഴുതാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ, ക്വസ്റ്റ്യൻ നമ്പർ എ, Z1 plus Z2 plus Z3. ഇത് പഴയ സെഷനിലൊരു ചോദ്യമാണ്. Z1 plus Z2 plus Z3 എഴുതുമ്പോൾ നമുക്കറിയാം ബ്രാക്കറ്റിൻ്റെ ആവശ്യമില്ല എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുന്നത് കൊണ്ട് ഏത് നമ്പറും നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും അല്ലേ. നമുക്കൊന്ന് ആൻസർ എഴുതി നോക്കാം. എന്താ Z1? യെസ്, 1 plus 2i അല്ലേ, പ്ലസ് വാട്ട് ഈസ് Z2? ഹാഫ് പ്ലസ് 3i. ഡയറക്റ്റ് ആയിട്ട് എഴുതാണ് കേട്ടോ. പ്ലസ് വാട്ട് ഈസ് Z3? ഹാഫ് മൈനസ് 3i. 3 നമ്പേഴ്സും അടുത്തടുത്ത് എഴുതി. ഇനി നമുക്ക് ഏതെല്ലാം ഇതിൽ ജോയിൻ ചെയ്യാൻ പറ്റും? റിയൽ പാർട്ടുകളൊക്കെ അടുത്തടുത്ത് എഴുതുന്നു. 1 പ്ലസ്, യെസ്, 1/2 പ്ലസ് 1/2. എല്ലാ റിയൽ പാർട്ടും കഴിഞ്ഞു. വേണമെങ്കിൽ നമുക്ക് ഇതിനൊരു ബ്രാക്കറ്റ് കൊടുക്കാം, ഒരു വൃത്തി കിട്ടാൻ വേണ്ടിയിട്ടാണ് ബ്രാക്കറ്റ്, നിർബന്ധമില്ല. ഇനി ഐ വരുന്നത് ഏതൊക്കെ നോക്കൂ, 2i, യെസ്, പിന്നെ 3i, പിന്നെ -3i അല്ലേ. ഇവിടെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഹാഫ് പ്ലസ് ഹാഫ് 1 ആണ്, 1 + 1 2 ആണ്. അപ്പോൾ ഓൾറെഡി 2 എന്ന് കിട്ടി. ഇവിടെ 3i ക്യാൻസലായി, 3i - 3i 0 അല്ലേ, ബാക്കി എന്താ ഉണ്ടാവുക? 2i എന്നുണ്ടാവും. സോ ദ ആൻസർ ഈസ് 2 + 2i. അപ്പോൾ ഏത് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ആദ്യം ചെയ്താലും റിയൽ പാർട്ടാണ് ചെയ്യുന്നത്. ഇമാജിനറി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ആൻസർ കിട്ടും. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്പർ ബി, റിയൽ പാർട്ട് ഓഫ് Z2 plus Z3 ആണ്. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? Z2 plus Z3 ചെയ്യണം, എന്നിട്ട് അതിൻ്റെ ആൻസറാണ് എഴുതേണ്ടത്. വാട്ട് ഈസ് Z2 plus Z3? ഹാഫ് പ്ലസ് 3i പ്ലസ്, ഇപ്പോൾ Z2 കഴിഞ്ഞു, Z3 എന്താണ്? ഹാഫ് മൈനസ് 3i. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ ഏതൊക്കെ ആഡ് ചെയ്യേണ്ടത്? ഹാഫ് പ്ലസ് ഹാഫ് 1 ആണ് അല്ലേ. 3i ക്യാൻസലായി. സോ ദ ആൻസർ ഈസ് 1 എന്ന് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അതുകൊണ്ട് ഈ ആൻസറിൻ്റെ റിയൽ പാർട്ട് എന്താണ്? റിയൽ പാർട്ട് ഓഫ് Z2 plus Z3 ആൻസർ വാട്ട് ഈസ് റിയൽ പാർട്ട് ഓഫ് ദിസ് കോംപ്ലക്സ് നമ്പർ? 1 തന്നെ ആയിരിക്കും. ആൻസർ ഫിനിഷ്ഡ്. ഇമാജിനറി പാർട്ട് ചോദിച്ചാലോ? വാട്ട് ഈസ് ഇമാജിനറി പാർട്ട് ഓഫ് Z2 plus Z3? യെസ്, ഇറ്റ് ഈസ് 0 ആണ്. ചോദിച്ചിട്ടില്ല, അതുകൊണ്ട് നമ്മൾ ആൻസർ എഴുതുന്നില്ല.
അടുത്തത് അതിൽ ക്വസ്റ്റ്യൻ നമ്പർ സി ബാക്കിയുണ്ട്. വാട്ട് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ സി? മോഡുലസ് ഓഫ് Z2 അല്ലേ? മോഡുലസ് ഓഫ് Z2 എന്തായിരിക്കും ആൻസർ? നമുക്കറിയാം മോഡുലസ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? റൂട്ട് ഓഫ് ഇവിടുത്തെ റിയൽ സ്ക്വയർ 1/2 സ്ക്വയർ എഴുതണം. 1/2 സ്ക്വയർ റിയൽ പാർട്ട് സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ട് 3 ആണ്. 3i എന്ന് ഒരിക്കലും എഴുതരുത്, 3 സ്ക്വയർ എന്ന് എഴുതണം. ഓക്കെ, സോ ദ ആൻസർ ഈസ് 1/4 പ്ലസ് 9 എന്ന് കിട്ടും. റൂട്ടിനകത്ത് എഴുതണം, മറക്കരുത്. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഇത് 1 പ്ലസ് 9 into 4 36 ഡിവൈഡ് ബൈ 4 എന്നാണ് ആൻസർ കിട്ടുക. അപ്പോൾ എന്തായിരിക്കും ആൻസർ? റൂട്ട് ഓഫ് 37/4 അല്ലേ? റൂട്ട് ഓഫ് 37 ഡിവൈഡ് ബൈ 4 എന്നാണ് ഇതിൻ്റെ ആൻസർ. ആൻസറിൻ്റെ രൂപം ഭാവം നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. ഇതാണ് ഇതിൻ്റെ ആൻസർ. വേണമെങ്കിൽ ഇതിന് റൂട്ട് 37/2 എന്ന് എഴുതാം. ദിസ് ഈസ് ഇനഫ് ആൻഡ് മോർ. മോഡുലസ് മറക്കരുത്. മോഡുലസ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് റിയൽ സ്ക്വയർ പ്ലസ് ഇമാജിനറി സ്ക്വയർ. ഏതിൻ്റെയും മോഡുലസ് ചോദിച്ചാൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റണം. ഇനി ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യേണ്ട ചോദ്യമാണ്. Z1 = 3 - 4i, Z2 = -2 + 5i, Z3 = 4 + 5i. ഫൈൻഡ്. അതിൽ 1-2 ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് നിങ്ങൾ എഴുതിയെടുത്തോളൂ. എന്നിട്ട് ആൻസർ എഴുതാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ Z1 - Z2 ആൻഡ് Z2 - Z1. ഇതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം Z1 + Z2 + Z3. ഓക്കെ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ റിയൽ പാർട്ട് ഓഫ് Z1 + Z2, Z3 ഇല്ല കേട്ടോ, ആൻഡ് ഇമാജിനറി പാർട്ട് ഓഫ് Z1 - Z2. രണ്ട് ചോദ്യങ്ങളുണ്ട് കേട്ടോ. ഇമാജിനറി പാർട്ട് ഓഫ് Z1 - Z2 നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടും. ഓക്കെ. ഇനി ഡിയിൽ ചോദിക്കുന്നത് ഫൈൻഡ് മോഡുലസ് ഓഫ് Z1, മോഡുലസ് ഓഫ് Z2 ആൻഡ് മോഡുലസ് ഓഫ് Z3. ഈ 3 നമ്പേഴ്സിൻ്റെയും മോഡുലസ് കാണുക. വളരെ സിമ്പിളാണ്. ഇതിൻ്റെ മോഡുലസ് എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് 3² + -4². ഓക്കെ. ഇതിൻ്റെ മോഡുലസ് റൂട്ട് ഓഫ് 4 + 25, ഇതിൻ്റെ 16 + 25 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. വൃത്തിയായിട്ട് ക്ലാസ് കേട്ട ഉടനെ തന്നെ ഇതിൻ്റെ ആൻസേഴ്സൊക്കെ എഴുതാം. വെറും 5 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസറൊക്കെ ചെയ്യാൻ സാധിക്കും. ഓക്കെ. ഇതോടുകൂടി നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ. താങ്ക് യു ഓൾ.